നമസ്കാരം. ധനുസ് പീസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ SCERT ടെക്സ്റ്റിലുള്ള പോയിൻറ്റ്സ് ആണ്. അതിൻ്റെ ഗൈഡ് പ്രകാരം നമ്മൾ അറിവിടം എന്നൊരു ഗൈഡാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഞാൻ. അപ്പോൾ അതിനകത്ത് SCERT ടെക്സ്റ്റിനകത്തുനിന്ന് അതാണ് യൂസ് ചെയ്തത്. അതിൽ നിന്നുള്ള പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഒന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ എപ്പോഴും എല്ലാ പരീക്ഷകൾക്കും ഡിഗ്രി പ്രിലിംസിനായാലും LDC ആയാലും ഒക്കെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ നമുക്ക് എളുപ്പം. LDC ചോദിച്ചൊരു ചോദ്യമാണ് നേരത്തെ 23 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന വാചകം സൂചിപ്പിക്കുന്നത് എന്താണ്? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് എഴുതണമെങ്കിൽ ഇതേപോലുള്ള ഫാക്ട്സുകൾ പഠിച്ചിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഇതിൻ്റെ ഫാക്ട്സ് നോക്കാം. എന്താണ് ഭരണഘടനയുടെ സവിശേഷതകളെന്ന് പറയുന്നത്? ഒന്നാമത്തെ പോയിന്റ് ഇവിടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് എന്നാണ് അല്ലേ? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് എന്തിൻ്റെ നിർദ്ദേശാനുസരണമാണ്? ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശാനുസരണമാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ഒരു ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശാനുസരണമാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായത് അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ട വർഷമാണേത്? ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരമാണ്. നമ്മൾ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, പ്രധാനപ്പെട്ട ചോദ്യമാണിത് അല്ലേ? SCERT ടോപ്പിക് ആകുമ്പോൾ അതിൻ്റെ ഫാക്ട്സ് ആകുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ഇത് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് എന്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് അല്ലേ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്തിൻ്റെയാണ്? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശാനുസരണമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. നമുക്കൊരു സമിതി വേണമല്ലോ, ഭരണഘടന ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാവണം അല്ലേ? അതെങ്ങനെ വന്നു? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ആദ്യം ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. അതിനുശേഷം നമ്മൾ ഭരണഘടന ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശാനുസരണം ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ എന്നുള്ളത് ഓർത്തിരിക്കാം. നെക്സ്റ്റ്, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1946 ഡിസംബർ 6 46 ഡിസംബർ 6 വന്നത്. അടുത്ത പോയിന്റ്, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം ഏതാണ്? ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? 46 ഡിസംബർ 9 അല്ലേ? അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ട വർഷം 46 ഡിസംബർ 6 അല്ലേ? ആദ്യ സമ്മേളനം നടക്കുന്നത് എന്നാണ്? ഡിസംബർ 9 ആദ്യ സമ്മേളനം നടക്കുക. എത്ര പേർ പങ്കെടുത്തു സമ്മേളനത്തിൽ? 207 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 207 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക അല്ലേ? അപ്പോൾ എത്ര വനിത ഉണ്ടായിരുന്നു അവിടെ? 9 വനിതകളാണ് ഉണ്ടായിരുന്നത്. 207 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. 9 വനിതകളും ആ സമയത്ത് ഉണ്ടായിരുന്നു. 9 വനിതകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു അല്ലേ? 9 വനിതകളാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അത് ലക്ഷ്യപ്രമേയമൊക്കെ വരുന്നുണ്ടല്ലോ, അത് ജവഹർലാൽ നെഹ്റുവാണ്. അതൊക്കെ നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുവാൻ എടുത്ത സമയം എത്രയാണ്? ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുവാൻ എടുത്ത സമയം എത്രയാണ്? എത്ര സമയം എടുത്തു? 2 വർഷം 11 മാസം 17 ദിവസമാണ് എടുത്തത്. 2 വർഷം 11 മാസം 17 ദിവസമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര ലക്ഷം രൂപ അല്ലെ, എത്ര രൂപ ചിലവായിട്ടുണ്ടാവണം അല്ലേ? എത്ര രൂപയാണ് ചിലവായിട്ടുള്ളത്? ഒരു കണക്കുണ്ടാവുമല്ലോ, എത്ര രൂപ ചിലവായിട്ടുണ്ട്? 64 ലക്ഷം രൂപയാണ് നമുക്ക് ഈ ഭരണഘടന നിർമ്മാണത്തിന് വേണ്ടി ചിലവാക്കേണ്ട തുക. 64 ലക്ഷം രൂപയാണ് നമുക്ക് ചിലവായത്. ഭരണഘടന നിർമ്മാണത്തിന് വേണ്ടി നമുക്ക് ചിലവായ തുക എത്രയുമാണ്? ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട് നിയമമായതെന്നാണ്? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട് നിയമമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭരണഘടനയെ നമ്മുടെ നേരത്തെയുള്ള ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ആ ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ ആദ്യം ഒരു സമിതി ഉണ്ടാക്കിയില്ലേ, ആ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നും ചോദിച്ചു കഴിഞ്ഞാൽ 1949 നവംബർ 26. എന്നോട് പറയാം, ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ്? 1949 നവംബർ 26. നിയമമായതെന്നാണ് 26. അതുകൊണ്ട് തന്നെ നവംബർ 26 എന്താണ്? ദേശീയ നിയമദിനമാണ്. ദേശീയ നിയമദിനമാണെന്ത്? നവംബർ 26. ദേശീയ നിയമദിനമാണ് നവംബർ 26. അതായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട് നിയമമായതെന്നാണ് നവംബർ 26. അതുകൊണ്ട് തന്നെ
ദേശീയ നിയമദിനമായിട്ട് നവംബർ 26 നമ്മൾ ആചരിക്കുകയും ചെയ്യുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഭരണഘടന നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെല്ലാം തന്നെ അല്ലേ നമ്മുടെ ഭരണഘടന ഒപ്പുവെച്ചതെന്നായിരുന്നു? ശരിക്കും റിപ്പബ്ലിക് ആകുന്നത് എന്നാണ്? 1950 ജനുവരി, ഒപ്പുവയ്ക്ക് 24-ാം തീയതിയാണ് അല്ലേ. 26-നാണ് നമുക്ക് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരിക. അതായത് ഭരണഘടന നിർമ്മാണ സമിതിയിലെ എല്ലാ അംഗങ്ങളും നമ്മുടെ ഭരണഘടന ഒപ്പുവയ്ക്കുന്നത് എന്നാണ് 1950 ജനുവരി 24-നാണ് അല്ലേ. അങ്ങനെ എത്ര അംഗങ്ങൾ ഒപ്പുവെച്ചിരുന്നു? 284 അംഗങ്ങൾ ഒപ്പുവെച്ചിരുന്നു. ഏതിലോട്ട്? നമ്മുടെ ഭരണഘടനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അല്ലേ. അതിന് പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ വന്നത് എന്നായിരുന്നു? 1950 ജനുവരി 26. അപ്പോൾ അതിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതിൻ്റെ പ്രസിഡന്റ് അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോഴത്തേക്കിനും 395 അനുച്ഛേദങ്ങളും 8 പട്ടികയും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് നിലവിൽ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടായിരിക്കണം? 470 അനുച്ഛേദമുണ്ട് ഇപ്പോൾ. 470 അനുച്ഛേദം, 12 പട്ടിക, 25 ഭാഗങ്ങളുമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. 475 അല്ലേ, 70 അല്ലേ, 170 അനുച്ഛേദങ്ങൾ, 12 പട്ടിക, 25 ഭാഗങ്ങളും ഇപ്പോൾ നമുക്കുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്ത പോയിന്റ്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം എത്രയാണ്? 1950 ജനുവരി 26 ഓക്കെ അല്ലേ. അപ്പോൾ ഇനിയുള്ളത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 വകുപ്പുകളും 22 ഭാഗങ്ങളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഇന്ത്യയിൽ എത്ര ഉണ്ട്? ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 470 അനുച്ഛേദങ്ങളുണ്ട്, 25 ഭാഗങ്ങളും 12 പട്ടികകളും. നിലവിൽ ഇന്ത്യയിൽ 470 അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളും ഉണ്ട്. ഇനി ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായി മാറ്റം ഉൾക്കൊള്ളുകൊണ്ട് സജീവ പ്രമാണമായി തുടരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ചോദിച്ചു ചെയ്ത് കഴിഞ്ഞാണ് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഏറ്റവും ബൃഹത്തായി എഴുതപ്പെട്ട ഭരണഘടനയാണ് ആർക്കുള്ളത്? ഇന്ത്യക്കുള്ളത്. ഏറ്റവും ബൃഹത്തായി എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. ഇതൊക്കെ നമുക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കാവുന്ന പോയിന്റ്സ് അല്ലേ, പ്രസ്താവന രീതിയിലൊക്കെ ചോദിക്കാവുന്ന പോയിന്റ്സാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും ബൃഹത്തായി എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, അതിൻ്റെ സവിശേഷത എന്തൊക്കെയാണെന്നുള്ള പ്രധാനപ്പെട്ട എന്തൊക്കെയാണെന്ന് ഓർക്കാം. ഇന്ത്യൻ ഭരണഘടന എഴുതി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടേത്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമുക്കുള്ളത്. അതായത് 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ രാജ്യത്തിൻ്റെ വൈവിധ്യവും ഒക്കെ പരിഗണിച്ചുള്ള ഉള്ളടക്കമാണ്. വിശദമായ രീതിയിലാണ് നമ്മൾ എഴുതിയേക്കുന്നത് അല്ലേ. 1.5 ലക്ഷത്തോളം പേജുകൾ, വാക്കുകൾ അടങ്ങിയതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. ഓക്കെ, അത്ര വിപുലമായ ബൃഹത്തായ ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അടുത്തത് പാർലമെൻ്ററി ജനാധിപത്യം എന്നൊരു പോയിൻ്റാണ് അല്ലേ. നമ്മുടെ സവിശേഷത എന്താണ്? ഒന്നാമത്തേതാണെങ്കിൽ, രണ്ടാമത്തേത് പാർലമെൻ്ററി ജനാധിപത്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യനിർവഹണ വിഭാഗത്തിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? നമുക്ക് 3 ഭാഗങ്ങളുണ്ട് അല്ലേ. 3 ഭാഗം എന്ന് പറയുമ്പം നമ്മുടെ അധികാരം 3 ഭാഗങ്ങളിലാണ്. നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. അങ്ങനെ വരുമ്പോൾ അതിലുള്ള കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കണം. അതുപോലെ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇത് പാർലമെൻ്ററി ജനാധിപത്യമാണ്. പാർലമെൻറ്റാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതായത് നിയമനിർമ്മാണം അല്ലെങ്കിൽ നിയമം നിർമ്മിക്കുന്നവരും കാര്യനിർവഹണം തമ്മിലുള്ള ബന്ധമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഒന്നുകൂടി പറയാം, കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കണം. ഇനി നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതായിരിക്കണം. അത് പാർലമെൻറ്റ് ജനാധിപത്യത്തിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ 2 പോയിന്റ്സ് പറയും. ഒന്നെന്താണ്? ഏറ്റവും വലിയ ബൃഹത്തായ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത് അല്ലേ, ഒരു പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ്, പാർലമെൻ്ററി ജനാധിപത്യമാണ് ഇന്ത്യക്കുള്ളത്. അടുത്തത്, ദൃഢവും
അയവുള്ളതുമായ ഘടനയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക്. ദൃഢമുള്ളതാണ്, പക്ഷേ എന്താണ് അയവുള്ളതുമായ ഭരണഘടന, രണ്ടും കൂടി ഉണ്ടല്ലേ. ദൃഢമുണ്ടെന്നാൽ പിന്നെ അയവുള്ളതുമായ ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ ദൃഢമുള്ള ഭാഗങ്ങൾ ചിലതുണ്ട്, എന്നാൽ അവിടെ എന്താണ് അയവുള്ള അവിടെ ഭാഗങ്ങളും നമ്മുടെ ഭരണഘടനയ്ക്കകത്തുണ്ട് അല്ലേ. വളരെ സ്ഥിരമായതും ദൃഢമുള്ളതുമായ ഒരിക്കലും മാറ്റി നോക്കാത്തതുമായ കാര്യങ്ങൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ അയവുള്ളത് വേണമെങ്കിൽ ഭേദഗതി ചെയ്യാം എന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇവിടെയുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്. അതാണ് പറയുന്നത്. അതായത് ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ ചില പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അല്ലേ. ഈ ദൃഢമുള്ള സാധനം അയവുള്ളതാക്കണം, എന്ത് വേണം, ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഭേദഗതി ചെയ്യാൻ പറ്റും. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതുമാണ് അല്ലേ. ചിലതെന്താണ് വേഗം ഭേദഗതി ചെയ്യാം, ചിലത് വേഗം ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേക വ്യവസ്ഥകളൊക്കെ പാലിച്ച് ചില മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് എങ്കിൽ മാത്രം നമുക്ക് ചില നടപടിക്രമങ്ങളൊക്കെ പാലിച്ചിട്ട് നമുക്ക് ഭേദഗതി ചെയ്യാൻ സാധിക്കും അല്ലേ. 44-ാം ഭേദഗതി, 86-ാം ഭേദഗതി വരുന്നില്ലേ. അപ്പോൾ അതൊക്കെ ചിലത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഈസിയായി നമുക്ക് സാധാരണ നിയമത്തിലൂടെ അല്ലേ, സാധാരണ നിയമത്തിലൂടെ നമുക്ക് ഭേദഗതി ചെയ്യാൻ സാധിക്കുന്നു. മറ്റു ചിലത് എന്താണ്, ചില വ്യവസ്ഥകൾ പ്രകാരം നടപടിക്രമങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഭേദഗതി ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന ദൃഢമുള്ളതും അയവുള്ളതുമായ ഘടനയുള്ളവയാണ്. അടുത്തത് മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളുമാണ് അല്ലേ. അത് നമ്മുടെ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പ് കൊടുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളൊക്കെ ഉണ്ടല്ലേ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പ് കൊടുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുക. അതുപോലെ നമ്മുടെ പൗരന്മാർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഒരു ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ജീവിക്കുന്ന ഓരോ പൗരന്മാരും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അതുതന്നെയാണ് എന്താ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുക. അപ്പോൾ ദൃഢമുള്ളതും അയവുള്ളതുമായ ഘടനയുണ്ട്, മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും അവയ്ക്കുണ്ട് അല്ലേ. ഒരു പോയിന്റ്സ് കൂടി, മാർഗനിർദ്ദേശ തത്വങ്ങൾ അടങ്ങിയതാണെന്ത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. ഭാവി രാഷ്ട്രീയത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയ നിർദ്ദേശമായിരുന്നു അന്ന്. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുമ്പോഴത്തേക്കിന് അല്ലേ അതൊക്കെ എഴുതി വെച്ചു, ഒന്നും പാലിക്കാൻ പറ്റിയില്ല. പിന്നീടാണ് നമ്മൾ 76 സംഭവങ്ങളായപ്പോഴത്തേക്കിനാണിത് എല്ലാം പാലിച്ച് വരുന്നത്. മാർഗനിർദ്ദേശ തത്വങ്ങളൊക്കെ അല്ലേ. അന്ന് നമുക്ക് സാമൂഹിക നമ്മുടെ രാഷ്ട്രം ഭാവി രാഷ്ട്രം എന്ന് പറയാം. ഭാവി രാഷ്ട്രത്തിൻ്റെ വെച്ചാൽ പിന്നീടുള്ളത് സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയ നിർദ്ദേശങ്ങളാണ് ഇവിടെ വന്നത് നമ്മുടെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഉണ്ടിട്ടുള്ളത്. അപ്പോൾ നോക്കാം. അടുത്ത പോയിന്റ്സാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. അതായത് നമ്മുടെ മൊത്തം ജനത്തെ പ്രതിനിധീകരിക്കുന്ന നമുക്കൊരു അധോസഭയും ലോകസഭ അല്ല, അധോസഭയും എന്ന് പറഞ്ഞ ലോകസഭ നിയമനിർമ്മാണത്തിന് രണ്ടാമത് ചിന്തയ്ക്ക് അടിസ്ഥാനമില്ലാതെ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭയും നമുക്ക് 2 സഭകളുണ്ട്, അധോസഭയും ഉപരിസഭയും. അധോസഭ എന്ന് പറയുന്ന ലോകസഭയും ഉപരിസഭ എന്ന് പറയുന്ന രാജ്യസഭയും നമുക്കുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ജനങ്ങളെ മൊത്തം പ്രതിനിധീകരിക്കുന്നതാണ് ഇത് ലോക്സഭ എന്ന് പറയുന്ന സംഭവം അല്ലേ. അപ്പോൾ അങ്ങനെ 2 സഭകൾ അധോസഭയും രാജ്യസഭയും ഉള്ളത് കൊണ്ട് നമുക്കെന്ത് പറയുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയാം. വ്യക്തമായ ചിത്രീകരണം പിന്നെ നമുക്ക് നോക്കാം. അടുത്തത് ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസം കാണിക്കുന്നു. ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസമാണ് കാണിക്കുക. അതായത് അധികാരം ഓരോ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചു കൊടുത്തു. നമ്മുടെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമൊക്കെ അധികാരങ്ങൾ വെവ്വേറെയുണ്ട് അല്ലേ. എങ്കിലും നമ്മുടെ കേന്ദ്രത്തിനാണ് എപ്പോഴും സംസ്ഥാനത്തിനേക്കാൾ രണ്ടുപേരും ഒന്നിച്ച് തീരുമാനമെടുക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ മേൽക്കൈ നോക്കുക. ഏതെങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ സംസ്ഥാനവും കേന്ദ്രവും കൂടെ വരുമ്പോൾ കേന്ദ്രത്തിനായിരിക്കും എപ്പോഴും മേൽക്കൈയുള്ളത്. അടുത്തത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. സ്വതന്ത്രവും നിയമനിർമ്മാണത്തിലും കാര്യനിർവഹണ വിഭാഗത്തിലും നമുക്ക് എന്താണ് നിയന്ത്രണമൊന്നുമില്ല, നമുക്ക് കോടതി സംവിധാനമുണ്ട്. അതാണ് സ്വതന്ത്രവും നിഷ്പക്ഷമാണ്. കോടതി സംവിധാനം ഉള്ളതുകൊണ്ട് നമുക്ക് നിഷ്പക്ഷമാണ് എപ്പോഴും. അടുത്തത് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട് നമുക്ക് അല്ലേ. പല സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും നമുക്ക് ഉണ്ട്. അപ്പോൾ എന്താണ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഫെഡറലിസം എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ ഫെഡറലിസം ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം എന്ന് ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അധികാരം പങ്കിടുന്ന ഭരണക്രമീകരണമാണിത്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അധികാരം പങ്കിടുന്ന
ഭരണക്രമീകരണത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഫെഡറലിസം എന്ന് പറയുക. നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഉണ്ടല്ലോ അല്ലേ? അപ്പം ഇവർ തമ്മിലുള്ള അധികാരം പങ്കിടുന്ന ഭരണക്രമീകരണമാണെന്ത്? ഫെഡറലിസം ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ഫെഡറൽ സംവിധാനം സ്വീകരിക്കാനുള്ള കാരണം എന്തൊക്കെയാണ്? ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇന്ത്യൻ ഫെഡറൽ യൂണിറ്റിൻ്റെ കാര്യം, ആർട്ടിക്കിൾ 1 കാര്യം അത് വരുന്നുണ്ടെന്നേ. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യവും ഐക്യവും ഒരേപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. ഫെഡറൽ സംവിധാനത്തിൻ്റെ ഉദ്ദേശം എന്തൊക്കെയാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യവും ഐക്യവും ഒരേപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നു. പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുകയും ചെയ്യുന്നു. പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ നമുക്ക് ചെറുക്കാൻ സാധിക്കും. വിഘടിക്കാനുള്ള തന്ത്രങ്ങൾ പരാജയപ്പെട്ടു പോകത്തേ ഉള്ളൂ. ഇനി ഭരണത്തിൻ്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്താൻ നമുക്ക് എന്ത് വേണം? ഫെഡറലിസം ആവശ്യമായി വന്നു. ഭരണത്തിൻ്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്താൻ നമുക്ക് എന്ത് വേണം? ഫെഡറലിസം ആവശ്യമാണ്. അടുത്തത്, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ അധികാരം പങ്കിടുന്നതിലൂടെ എന്താണ്? ജനാധിപത്യം ഊട്ടുറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഭരണഘടനാ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അധികാരം കേന്ദ്രത്തിലേക്കും സംസ്ഥാനത്തിലേക്കും ക്രമീകരിക്കപ്പെടുന്നു. അതാണ് ഫെഡറലിസം എന്ന് പറഞ്ഞത്. ഇവിടെ എന്താണ്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ അധികാരം ഉറപ്പിക്കുന്നതിലൂടെ, പങ്കിടുന്നതിലൂടെ നമുക്ക് എന്താണ്? ജനാധിപത്യം ഊട്ടി ഉറപ്പിക്കാൻ സഹായിക്കുന്നു. ഓക്കെ. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യവും ഐക്യവും പരിപാലിക്കുന്നതിന് ആര് വേണം? ഫെഡറലിസം അത്യാവശ്യമാണ്. ഇനി എന്തുകൊണ്ടാണ് ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷത എന്തൊക്കെയെന്ന് നോക്കാം. നമുക്ക് എന്തുകൊണ്ടാണ്? ഏറ്റവും ദൃഢമായ എഴുതപ്പെട്ട, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ എന്താണ്? ഏറ്റവും എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടനയാണ്. അധികാര വിഭജനം കാണിക്കുന്നുണ്ട് അല്ലേ? അധികാര വിഭജനം കാണിക്കുന്നുണ്ട്. നമുക്കൊരു സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയുണ്ട്. ഈ 3 കാരണമുള്ളത് നമുക്ക് പറയുന്നത് നമ്മുടെ എന്ത് വേണമെന്ന്? ഒരു ഇന്ത്യയുടെ ഭരണഘടന ഫെഡറലിസം കാണിക്കുമെന്ന് പറയും അല്ലേ? അപ്പോൾ എന്താണ് ഫെഡറലിസത്തിൻ്റെ സവിശേഷത നോക്കാം. എന്തൊക്കെ 3 കാരണം ഏതൊക്കെയാണ്? ഒന്ന്, എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന ഉണ്ട്. അടുത്ത, അധികാര വിഭജനം കാണിക്കുന്നുണ്ട്. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയും കാണിക്കുന്നുണ്ട് അല്ലേ? ഇതിൻ്റെ ബാക്കി ഭാഗം കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അടുത്തത് ഭാഗം 1, യൂണിയനും അതിൻ്റെ ഭൂപ്രദേശം അല്ലേ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഭാഗം 1 ഏതാണ്? യൂണിയനും ഭൂപ്രദേശം. 2 എന്താ ഉള്ളത്? പൗരത്വം. 3 മൗലിക അവകാശങ്ങൾ. അടുത്തത് അങ്ങനെ 4 പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ അനുച്ഛേദം 1 യൂണിയനിൻ്റെ പേരും ഭൂപ്രദേശമാണ്. ഭാഗം 1 അനുച്ഛേദം 1 യൂണിയൻ്റെ പേരും ഭൂപ്രദേശം എപ്പോഴും ചോദിക്കുന്നുണ്ട് അല്ലേ? വല്ലപ്പോഴൊക്കെ ചോദിക്കും. ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആയിരിക്കുന്നതാണ്. സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. അതായത് ക്വസ്റ്റ്യൻ വായിക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന വാചകം സൂചിപ്പിക്കുക എന്താണ്? ഇവിടെ 1-ാമത്തെ കൊടുത്തേക്കുന്നത് ഇന്ത്യൻ ഫെഡറേഷൻ യൂണിറ്റുകളുടെ കരാറിൻ്റെ ഫലമല്ല. 2, ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾക്ക് യൂണിയനിൽ നിന്ന് വേർപെടുത്താം. ഇത് എന്തായിരിക്കും ശരിയെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം. ബാക്കി എന്തായിരുന്നു? 1 എന്താ പറയുക? ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആയിരിക്കുന്നതാണ്. അതുപോലെ സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. 3, ഭാരതത്തിൻ്റെ ഭൂപ്രദേശം. 4-മത്തത് 3ൻ്റെ സബ് ഹെഡിങ്ങാണ്. ഭാരത ഭൂപ്രദേശ സബ് ഹെഡിങ്. സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും ആർജിക്കുന്ന മറ്റ് ഭൂപ്രദേശങ്ങളും അടങ്ങിയതാകും എന്നുള്ളതാണ് വന്നേക്കുന്നത് അല്ലേ? അതാണ് യൂണിയനും പ്രദേശങ്ങൾ എന്നുള്ളതിൻ്റെ ആർട്ടിക്കിളിൻ്റെ അത് സമ്മറി വരിക. അപ്പോൾ ഇവിടെ ചോദ്യം ഒന്നുകൂടി വായിക്കാം. ആർട്ടിക്കിൾ 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം എന്തായിരിക്കണം? ഇന്ത്യൻ ഫെഡറേഷൻ യൂണിറ്റുകളുടെ കരാറാണ് അവിടെ സൂചിപ്പിക്കുക കേട്ടോ.
അടുത്ത എന്താണ് അർദ്ധ ഫെഡറൽ സംവിധാനം എന്ന് നോക്കാം. ഏകീകൃത രാഷ്ട്രത്തിനും ഫെഡറലിസത്തിനും ഇടയിലുള്ള സംസ്ഥാനത്തിൻ്റെ ഇടനില രൂപമാണെന്ത് അർദ്ധ ഫെഡറലിസം. ഒരു ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ സവിശേഷതകളും ഒരു ഏകീകൃത ഗവൺമെൻറ് സവിശേഷതയും സംയോജിക്കുന്നതാണെന്ത് അർദ്ധ ഫെഡറൽ സംവിധാനം. എന്താണെന്ന് നോക്കാതെ സംസ്ഥാനങ്ങൾക്ക് പ്രാദേശിക അഖണ്ഡതയ്ക്ക് അവകാശമില്ല. സംസ്ഥാനങ്ങൾക്ക് ഇവിടെ ചോദിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് എന്താണ് പ്രാദേശിക അഖണ്ഡതയ്ക്ക് അവകാശമില്ല അല്ലേ. അവർ സംസ്ഥാനം കീറി മുറിക്കാൻ അവകാശമില്ല. സംസ്ഥാനത്തിന് വിസ്തൃതിയോ അതിരുകളോ പേരോ കേന്ദ്രത്തിന് മാറ്റാൻ കഴിയും. അതുപോലെ ഏക ഭരണഘടന സംസ്ഥാനത്തിന് മാത്രമായി ഭരണഘടനയില്ല. അതായത് സംസ്ഥാനത്തിന് മാത്രമായിട്ട് നമുക്ക് ഭരണഘടനയില്ല. ഓക്കെ, ഇത് ക്വാസി ഫെഡറൽ എന്ന് പറയാറില്ലേ, അർദ്ധ ഫെഡറലിസത്തിൻ്റെ സവിശേഷതയാണെന്ന് പറയാം. അതുപോലെ രാജ്യസഭയിൽ സംസ്ഥാനങ്ങൾക്ക് തുല്യ പ്രാതിനിധ്യമില്ല, ജനസംഖ്യാടിസ്ഥാനത്തിൽ പ്രാതിനിധ്യം കൊടുക്കും രാജ്യസഭ അല്ലേ. അടുത്തത് അടിയന്തര അവസ്ഥകളിൽ കേന്ദ്ര സർക്കാർ സർവാധികാരമുള്ളവരായി മാറുകയും സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഗവർണറെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ് കേന്ദ്രത്തിൻ്റെ ഏജൻറ്റായും ഗവർണർ പ്രവർത്തിക്കുന്നത്. ഗവർണറിലൂടെയാണ് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ നിയന്ത്രണം നടത്തുന്നുള്ള പോയിന്റ്. അടുത്തത് ഇന്ത്യക്ക് ഏകീകൃത നീതിന്യായ വ്യവസ്ഥയാണ് പഠിച്ചു കഴിഞ്ഞു. സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹൈക്കോടതികൾ സുപ്രീം കോടതി കീഴിൽ പ്രവർത്തിക്കുന്നു. നമുക്ക് സുപ്രീം കോടതിയും ഹൈക്കോർട്ടും ഒക്കെ ഉണ്ട്. ഹൈക്കോടതികൾ എപ്പോഴും എന്താണ് സുപ്രീം കോടതിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ സംസ്ഥാന ബില്ലുകൾക്ക് മേൽ കേന്ദ്രത്തിന് നിയന്ത്രണം എപ്പോഴും ഉണ്ടാകും. നമ്മൾ സംസ്ഥാനത്ത് നിയമസഭയിലൊക്കെ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അല്ലേ അതിനെപ്പോഴും എന്തുണ്ട്, കേന്ദ്രങ്ങളുടെ ഒരു നിയന്ത്രണം അവിടെ ഉണ്ടായിരിക്കുന്നു. സംസ്ഥാനം പാസ്സാക്കിയ ചില നിയമങ്ങൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി സൂക്ഷിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടല്ല. നമ്മുടെ നിയമങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ ഗവർണറാണ് അവന് ഒപ്പിടുക എന്ന് പറയില്ലേ. ഗവർണർ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ നിയമം പാസ്സായി കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ അതിനെ ഒന്ന് പരിശോധിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രപതിക്ക് ഒന്ന് നോക്കാൻ കൊടുക്കാനുള്ള അവകാശം കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ സംസ്ഥാനം പാസ്സാക്കിയ ചില നിയമങ്ങൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി സൂക്ഷിക്കുവാൻ വേണ്ടി ഗവർണർക്ക് അധികാരമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി പോയിൻറ്റ്സ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഇംപീച്ച്മെൻറ്റുകളിൽ ഏതോ ഒരു ഇതിൻ്റെ ഇംപീച്ച്മെൻ്റ് അല്ലേ, ജ്ഞാനേഷ് കുമാർ ഇംപീച്ച്മെൻ്റ് ന്യൂസ് പോലെ വായിച്ചിരുന്നു. അപ്പം എന്താണ് ഇംപീച്ച്മെൻറ്റ് നോക്കാം. ഇന്ത്യയിൽ രാഷ്ട്രപതി, സുപ്രീം കോടതി ജഡ്ജി തുടങ്ങിയ ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവരെ പാർലമെൻ്ററി നടപടികളിലൂടെ അധികാര സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെൻ്റ് എന്ന് പറഞ്ഞത് അല്ലേ. രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ജഡ്ജിക്കും ഒക്കെയാണ് എന്ത് ചെയ്യണം, ഇതുപോലുള്ള നടപടിക്രമങ്ങൾ പാലിക്കുക. അവർക്കാണ് ഇംപീച്ച്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചർച്ചകളിൽ നിന്നും പാർലമെൻ്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും ഉണ്ടായതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഭരണ നിർമ്മാണ സഭയിൽ എന്തൊക്കെയുണ്ട്? പാർലമെൻ്ററി ഭരണ സംവിധാനവുമുണ്ട്, ഫെഡറൽ ഘടനയുമുണ്ട്. അതൊക്കെ ഉണ്ടായതിൻ്റെ കാരണം എന്താണ് അല്ലേ? ഇന്ത്യൻ ഭരണഘടനാ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതിൽ ഒന്നിൽ കേന്ദ്രീകരിക്കാൻ തടയാൻ വേണ്ടിയാണ് ഇവരുണ്ടായത്. ഓക്കെ അല്ലേ? അതായത് നമ്മുടെ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ കേന്ദ്രീകരിച്ച് പോകരുത്. നമ്മുടെ ഭരണ സംവിധാനം ഇവർ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കരുത്. അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് ഫെഡറൽ സംവിധാനവും ഒരു പാർലമെൻ്ററി സംവിധാനവും നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതുപോലെ ജനാധിപത്യത്തെ തള്ളിയിട്ട് ഏകാധിപത്യം കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം വേണം. നിയമനിർമ്മാണ സഭ വേണം, കാര്യനിർവഹണ വിഭാഗം വേണം, നീതിന്യായ വിഭാഗം മൂന്നും വേണമെങ്കിൽ മാത്രം നമുക്ക് എന്താണ് ഒരു പാർലമെൻ്ററിയും ഫെഡറലിസവും കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇല്ലെങ്കിൽ നമുക്കത് സംഭവിക്കുന്നുണ്ട്. ഏകാധിപത്യം വേണമെങ്കിൽ വീണ്ടും സംഭവിക്കാം. അതുകൊണ്ട് ഏകാധിപത്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും നമ്മൾ പാർലമെൻ്ററി ജനാധിപത്യവും അതുപോലെ തന്നെ ഫെഡറൽ ഘടനയും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സമിതി രൂപീകരിച്ച് വെച്ചത്. അടുത്ത അധികാര വിഭജനം എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാര വിഭജനം പറഞ്ഞില്ലേ, അധികാര വിഭജനം എന്ന് പറയുന്നത് ആർക്കുണ്ടായിരുന്നായിരുന്നു? നമ്മുടെ ഫെഡറലിസത്തിൻ്റെ ഒരു ഗുണമാണെന്ത്, അധികാര വിഭജനം എന്ന് പറഞ്ഞ സംഭവം അല്ലേ. അപ്പോൾ അതിനകത്ത് ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ എന്താണ് അധികാര വിഭജനം? ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ ഒരു പ്രത്യേക സവിശേഷതയാണെന്ത്, ഇന്ത്യൻ ഫെഡറൽ ഘടന എന്ന് പറയുന്ന സംഭവം അല്ലേ. അവിടെ എന്താണ്, രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇടയിൽ വിഭജിച്ച് കൊടുക്കുന്ന സമീപനമാണെന്ത്, അധികാര വിഭജനം. രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും, രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ച് കൊടുക്കുന്ന സംഭവമാണെന്ത്,
ആ സമീപനമാണെന്ത് അധികാര വിഭജനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധികാരം വിഭജിച്ചു കൊടുത്തു. ആർക്കൊക്കെ? സംസ്ഥാന സർക്കാരിനും. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, ഡീറ്റെയിൽസായിട്ട് പറയുമ്പോൾ ഇതൊന്നും അല്ല കേട്ടോ. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ വിഭജിച്ചു കൊടുക്കുന്ന സംഭവമാണെന്ത് അധികാര വിഭജനം. നമുക്ക് പഠിച്ചു വയ്ക്കാം. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ അധികാര വിഭജനം പരാമർശിക്കുന്ന എവിടെയാണ് കേട്ടോ? ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് വിഭജിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പോയിൻറ്റ്സ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ നമുക്ക് ബാക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബേസ് തീർന്നു പോവുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തും. ഓക്കെ, തമ്പുരാനെ ഇതൊക്കെ പറയണം, എന്നും പറയാൻ അറിയാത്തതായിരുന്നു ഞാൻ.